കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്ന് നമുക്ക് രാമുവും തേജുവും ഉണ്ണിയച്ഛനും കൂടി ദോശ ഉണ്ടാക്കിയ കഥ പറയാം. ഉണ്ണിയച്ഛന്റെ ചക്കര മക്കളാണ് രാമുവും തേജുവും. രണ്ടു പേർക്കും ദോശ വലിയ ഇഷ്ടമാണ്. എങ്ങനെയുള്ള ദോശ? നെയ്യൊക്കെ ചേർത്ത് മൊരുമൊര കരുമൊര ഉണ്ടാക്കുന്ന ദോശയാണ് രാമുനും തേജുവിനും ഏറ്റവും ഇഷ്ടം. അവരുടെ ഉണ്ണിയച്ഛനാണെങ്കിലോ ഈ ദോശ ഉണ്ടാക്കാൻ ഒരു മിടുമിടുക്കനും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാമുനും തേജുവിനും സ്കൂളിലൊന്നും പോകണ്ട, വീട്ടിലിരിക്കുകയാണ്. അവധി ദിവസമാണ്. അവരച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് ദോശ ഉണ്ടാക്കി തരുമോ? കരുമുര മുരുമുര ദോശ. അച്ഛൻ പറഞ്ഞു, ഇപ്പൊ റെഡിയാക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ ഫ്രിഡ്ജ് തുറന്ന് ദോശയുടെ മാവൊക്കെ എടുത്ത് നന്നായി പരത്തി ഒരു വലിയ ദോശ ഉണ്ടാക്കി. രാമുവും തേജുവും അച്ഛന്റെ അടുത്ത് കരിമുര മുറുമുര ദോശ കഴിക്കാൻ വേണ്ടി കാത്തു നിൽക്കുക. അച്ഛൻ കുറച്ച് നെയ്യെടുത്ത് ആ ദോശയുടെ മുകളിലേക്ക് ഒഴിച്ചു. കൊതിയന്മാര് രണ്ടുപേരും കാത്തു നിൽക്കുക ദോശ കഴിക്കാനായിട്ട്. അച്ഛൻ ദോശയെ മറിച്ചിട്ടു മൊരിയാൻ വേണ്ടി. അപ്പോഴേക്കും രാമുവും തേജുവും പ്ലേറ്റുമായിട്ട് വന്നു. എനിക്കാണ് ആദ്യം ദോശ തരാൻ പോകുന്നത്, തേജു പറഞ്ഞു. അല്ല, എനിക്കാ അച്ഛൻ ദോശ തരാൻ പോകുന്നത്, രാമു പറഞ്ഞു. രണ്ടുപേരും ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ആർക്കാണ് അച്ഛൻ ആദ്യം ദോശ കൊടുക്കാൻ പോകുന്നതെന്ന്. കുഞ്ഞുമണികളെ, അപ്പോഴുണ്ടല്ലോ ഒരു സംഭവം ഉണ്ടായി. ദോശയ്ക്കതാ രണ്ട് കാല് വന്നു. ഇതെന്താ ഇത്? തേജുവും രാമുവും ഉണ്ണിയച്ഛനും ഞെട്ടി. അപ്പോഴതാ ദോശയ്ക്ക് രണ്ട് കൈ വന്നു. ഇതെന്തൊരത്ഭുതം എന്ന് ചിന്തിക്കുമ്പോഴേക്കുമുണ്ട് ദോശ പാനിൽ നിന്നും നമ്മുടെ കരുമുര മുരുമുര ദോശ ഇറങ്ങി ഒരൊറ്റ ഓട്ടം. ഞാനിതാ പോകുന്നേ എന്നും പറഞ്ഞ്, എന്നെ തിന്നാൻ കിട്ടൂലേ എന്നും പറഞ്ഞു. ഉണ്ണിയച്ഛനും കുട്ടികളും പിന്നാലെ പാഞ്ഞു. കരുമുര മുരുമുര ദോശേ, നിക്കവിടെ, എന്റെ കുട്ടികൾക്ക് കഴിക്കാനുള്ളതാ, വേഗം തിരിച്ചു വാ, ഉണ്ണിയച്ഛൻ പറഞ്ഞു. തേജുവും രാമുവും പറഞ്ഞു, ദോശേ ദോശയെ പോകല്ലേ, കരുമുര ദോശയെ പോകല്ലേ, ഞങ്ങൾക്ക് നിന്നെ കഴിക്കണം. അവരിങ്ങനെ പറയാണ്. ദോശ ഉണ്ടോ നിൽക്കുന്നു. ദോശ ഇങ്ങനെ സ്പീഡിൽ ഓടുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കുണ്ട് ഒരപ്പൂപ്പൻ. അപ്പൂപ്പൻ നമ്മുടെ കരുമുര മുരുമുര ദോശ പോകുന്ന കണ്ടു. കരുമുര മുരുമുര ദോശ എനിക്കിപ്പോ കഴിക്കണം, നല്ല വിശപ്പുണ്ട്. ദോശേ, നിക്കവിടെ. ഇല്ല, ഞാൻ നിൽക്കില്ല, എന്നെ തിന്നാൻ കിട്ടൂല എന്ന് പറഞ്ഞ് ദോശ വീണ്ടും ഓടുകയാണ്. ദോശയുടെ പിന്നാലെ അപ്പൂപ്പൻ, അപ്പൂപ്പന്റെ പിന്നാലെ ഉണ്ണിയച്ഛൻ, ഉണ്ണിയച്ഛന്റെ പിന്നാലെ തേജുവും രാമു. അവരെല്ലാവരും കൂടി ഓടുകയാണ്. ദോശ വീണ്ടും കുടുകുടുന്ന് ഓടുന്നു. അപ്പോഴതാ ഒരു പൂച്ചച്ചാര്. മ്യാവൂ മ്യാവൂ, കരിമുര മുരുമുര ദോശയെ, എനിക്ക് നല്ല വിശക്കുന്നു, ഞാനിപ്പോ നിന്നെ തിന്നും. ഇല്ല, എന്നെ തിന്നാൻ കിട്ടൂല, എന്നെ പിടിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ കരുമുര മുരുമുര ദോശ ഓട്ടം, കുടുകുടുന്നോട്ടം. ദോശയുടെ പിന്നാലെ പൂച്ചച്ചാര്, പൂച്ചച്ചാരുടെ പിന്നാലെ അപ്പൂപ്പൻ, അപ്പൂപ്പന്റെ പിന്നാലെ ഉണ്ണിയച്ഛൻ, ഉണ്ണിയച്ഛന്റെ പിന്നാലെ തേജുവും രാമുവും ഇങ്ങനെ ഓടി വരികയാണ്. വീണ്ടും നമ്മുടെ ദോശച്ചാര് കുറേ ദൂരം മുന്നോട്ട് പോയി, കുടുകുടുന്ന്. അങ്ങനെ പോയപ്പോഴുണ്ട് ആര് വരുന്നു? ഒരു പശു വരുന്നു. പശു പറഞ്ഞു, മൂ മൂ, എനിക്ക് വിശക്കുന്നു, കരുമുര മുരുമുര ദോശച്ചാരെ, നിന്നെ ഇപ്പൊ ഞാൻ അകത്താക്കും. അപ്പോ നമ്മുടെ ദോശച്ചാർ എന്തു പറഞ്ഞു? ഇല്ല, എന്നെ തിന്നാൻ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവൻ കുടുകുടുന്നോടി. ദോശച്ചാരുടെ പിന്നാലെ പശു, പശുവിന്റെ പിന്നാലെ പൂച്ച, പൂച്ചയുടെ പിന്നാലെ അപ്പൂപ്പൻ, അപ്പൂപ്പന്റെ പിന്നാലെ ഉണ്ണിയച്ഛൻ, ഉണ്ണിയച്ഛന്റെ പിന്നാലെ തേജുവും രാമുവും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും കുറേ ദൂരം ചെന്നു. അപ്പോഴതാ ഒരു നദി.
ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് നീന്താൻ അറിയില്ലല്ലോ. ഞാനിപ്പോൾ ഇവരുടെ വായിലായത് തന്നെ, എന്നെ ഇവർ തിന്നത് തന്നെ എന്ന് വിചാരിച്ച് നമ്മുടെ മുരുമുര ദോശ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു പന്നിക്കുട്ടിയെ കണ്ടത്. പന്നിക്കുട്ടി, എന്നെ ഒന്ന് രക്ഷിക്കാമോ? എന്നെ ഒന്ന് അക്കരെ എത്തിക്കാമോ? ഇല്ലെങ്കിൽ ഇവരിപ്പോൾ എന്നെ പിടിച്ചു തിന്നും. നമ്മുടെ മുരുമുര ദോശ പറഞ്ഞു. പന്നിക്കുട്ടി പറഞ്ഞു, നീ വിഷമിക്കേണ്ട ദോശച്ചാരെ, ഞാനിപ്പോൾ നിന്നെ രക്ഷിക്കാം, നീ എൻ്റെ മുതുകത്ത് കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ദോശച്ചാര് ചാടി പന്നിക്കുട്ടിയുടെ മുതുകത്ത് കയറി. പന്നിക്കുട്ടി ദോശച്ചാരിയും കൊണ്ട് വെള്ളത്തിൽ ചാടി. എന്നിട്ട് ഇങ്ങനെ നീന്തി അക്കരയ്ക്ക് പോവാണ്. അപ്പോഴേക്കും നമ്മുടെ പശുമ്പയും പൂച്ചയും അപ്പൂപ്പനും ഉണ്ണിയച്ഛനും തേജുവും രാമുവും എല്ലാവരും എത്തിച്ചേർന്നു. അയ്യോ, ദോശതാ വെള്ളത്തിലൂടെ പോന്നു. ഓ, എന്ത് ചെയ്യാനാ, നല്ല ദോശയായിരുന്നു, എൻ്റെ കുട്ടികൾക്ക് കഴിക്കാനും പറ്റിയില്ല. ഉണ്ണിയച്ഛൻ സങ്കടത്തോടെ പറഞ്ഞു. വെള്ളത്തിലൂടെ നീന്തി പകുതി എത്തിയപ്പോഴേക്കും ദോശച്ചാർക്ക് പേടിയായി. അയ്യോ പന്നിക്കുട്ട, ഞാൻ വെള്ളത്തിൽ വീണു പോവോ? അയ്യോ, ഞാൻ എന്തു ചെയ്യും? ഒരു കാര്യം ചെയ്യ, നീ എൻ്റെ വായിലിരിക്ക്, മുതുകത്തിരിക്കണ്ട. അപ്പൊ നീ വീഴാതെ ഞാൻ ഇങ്ങനെ പിടിച്ചോളാം. അതൊരു നല്ല ആശയമാണല്ലോ എന്നു പറഞ്ഞിട്ട് ദോശച്ചാര് പന്നിക്കുട്ടന്റെ വായിലേക്ക് ഒരൊറ്റച്ചാട്ടം ചാടി. ഒറ്റച്ചാട്ടം ചാടിയതും പന്നിക്കുട്ടൻ കറുമുറാന്ന് മുറുമുറ ദോശച്ചാരെ കഴിച്ചു. ആ, ദോശച്ചാര് പന്നിക്കുട്ടന്റെ വയറ്റിലായി. പാവം ദോശച്ചാരല്ലേ. അയ്യേ, എന്തിനാ നമ്മൾ പാവം എന്ന് പറയുന്നേ? ദോശ അല്ലെങ്കിലും കഴിക്കാനുള്ളതല്ലേ. പന്നിക്കുട്ടനാണ് ആ ദോശ കിട്ടിയത്, അത്രേ ഉള്ളൂ. വേറെ ആർക്കും ദോശ കിട്ടിയില്ല. ദോശ കഴിച്ച് നമ്മുടെ പന്നിക്കുട്ടൻ ഹാപ്പിയായി. അവൻ അക്കരെ എത്തി സന്തോഷത്തോടെ നടന്നും പോയി. ദോശ കിട്ടാഞ്ഞ പശുമ്പേയും പൂച്ചയും അപ്പൂപ്പനും ഉണ്ണിയച്ഛനും കുട്ടികളും ഒക്കെ തിരികെ പോയി. ഉണ്ണിയച്ഛൻ വീട്ടിലെത്തി വീണ്ടും മുരുമുര ദോശകൾ ഉണ്ടാക്കി. ഉണ്ണിയച്ഛന്റെ ഉണ്ണികൾക്ക് തേജുവിനും രാമുനും വയറ് നിറയെ കൊടുത്തു. അവര് സന്തോഷത്തോടെ കഴിച്ചു. ഇതാണ് ഇന്നത്തെ നമ്മുടെ കഥ. കഥ ഇഷ്ടായോ? കഥയോടൊപ്പം നമുക്ക് പേരുകൾ പറയാനുണ്ട്. നമ്മളെ സ്നേഹമറിയിച്ച അബ്ദുള്ള CH, ഫാത്തിമ CH, ധ്വനി വിഷ്ണു, വാമദേവ്, ദേവാത്മിക, റിദ്ധി ഹരി, സിദ്ധാൻ താരക്, ചിന്ന, കുഞ്ചു, നീരജ്, ആഞ്ചലീന, ക്രിസ്റ്റീന, എൽവീന, ഒലീവിയ, കിക്കിക്കേയ, ഐറ ഷമീം, ത്രിഷിക പ്രവീൺ, നിതാര കൃഷ്ണ, ഐശ്വര്യ, വിഹാൻ ജെ മാവേലിൽ. ഇത് കൂടാതെ ഈ അടുത്ത ദിവസങ്ങളിൽ പിറന്നാൾ ആഘോഷിച്ചവരും ഉടനെ തന്നെ പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്നവരുമായ നമ്മുടെ പിറന്നാൾ കുട്ടികളുമുണ്ട്. ഇവാന്യ സോയ്, മൻവി കൃഷ്ണ, ശ്രീ പാർവതി, മേഘൻ മരിയ, ആത്മിക. പിറന്നാൾ കുട്ടികൾക്ക് പിറന്നാൾ ആശംസകൾ. ചക്കര കുട്ടികൾക്ക് എല്ലാവർക്കും ചക്കരയുമ്മ. അച്ഛനമ്മമാരെ, കഥയോടൊപ്പം കുഞ്ഞുങ്ങളുടെ പേരുകൾ കൂടി പറയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. അതിൽ പറയുന്ന സ്ഥലത്ത് തന്നെ കുഞ്ഞുങ്ങളുടെ പേര് മെൻഷൻ ചെയ്യണേ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ പേരുകൾ കാണില്ല, നമുക്കത് വായിക്കാൻ കഴിയില്ല, കുഞ്ഞുങ്ങളുടെ പേര് പറയാനും പറ്റില്ല. അപ്പോൾ പേര് പറയുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സങ്കടമാവും. പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ കുഞ്ഞുങ്ങളുടെ പേര് ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന 2 കഥകളിൽ ഏതെങ്കിലും ഒന്നിൽ കുഞ്ഞുങ്ങളുടെ പേര് തീർച്ചയായും പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങൾ കേൾക്കാൻ വിട്ടുപോകരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു കഥയുമായി കാണാം.